കൂടി കണ്ടിരിക്കാൻ പറ്റുകയും ചില സ്ഥലത്തൊക്കെ പൊട്ടിച്ചിരികൾ കിട്ടാവുന്ന ഒരു സിനിമയാണ്. എവിടേക്കോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു പോകുന്ന പവിത്രൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രേ ഷെയ്ഡിൽ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ആർക്കുണ്ട്. അയാൾ എവിടെയൊക്കെയാണോ അപ്ഡേറ്റഡ് ആവേണ്ടത് അതെങ്ങനെ അപ്ഡേറ്റഡ് ആവുന്നു എന്നുള്ളതാണ് സിനിമ. പിന്നെ ഒരു കാര്യം, നമ്മളിതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നാൽ പിന്നെ ചിരിപ്പിക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ വളരെ പ്ലെയിൻ ഒരു മനസ്സുമായിട്ട് പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യണം, ഈ സിനിമ എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് പോയിരിക്കണം. കുറ്റം കണ്ടുപിടിക്കാൻ ഇങ്ങനെ നോക്കിയിരുന്ന സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ശരിക്കും ഏത് സിനിമ കാണുമ്പോഴും ആ സിനിമ എൻജോയ് ചെയ്യാനായിരിക്കുന്നത്. പിന്നീടാണ് ആ സിനിമ രണ്ടാമതിട്ട് കണ്ടാണ് ഇതിൻ്റെ നല്ലത് ഏതാ ചീത്ത ഏതാന്ന് പിന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ലോക്ക് ചെയ്ത് സ്ക്രിപ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാനിപ്പോൾ ഡിഫറെൻ്റ് ആയാലും ഇപ്പോൾ ഈ പടം ചെയ്യുമ്പോഴും ലോക്ക്ഡ് അല്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ റൈറ്ററിനെയും എൻ്റെ ക്യാമറാമാനെയും എൻ്റെ എഡിറ്ററെയും എൻ്റെ തൊട്ടടുത്തടുത്ത് മുറികളിലിരുന്നതാണ്. കാരണം നട്ടപ്പാതിരക്കൊക്കെ എഴുന്നേറ്റിട്ടായിരിക്കും എനിക്ക് ചിലപ്പോൾ നാളത്തെ സീൻ നമുക്ക് ഇങ്ങനെ പിടിക്കാം, അത് മാറ്റണം. അത് ഒരു മടിയില്ലാത്ത ഒരു റൈറ്റർ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെയാണ് എൻ്റെ എഡിറ്ററും എല്ലാം. അപ്പോൾ അങ്ങനെ ഞാൻ ഇവോൾവ് ചെയ്ത് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സീൻ പോലും ഞാൻ കൃത്യമായിട്ട് പഴയ പോലെ ഈ പറയുന്ന പോലെ മാർക്ക് ചെയ്ത് മിഡ് വൈഡ് മാസ്റ്റർ ഷോട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആ ആക്ടറിന് ഒരു ടോട്ടൽ ഫ്രീഡം കൊടുത്ത് അവിടെ ഒരു സ്റ്റേജ് ചെയ്യുന്ന എൻ്റെ പ്രോസസ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഇതാണ് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ദിലീപേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ പവിത്രനായിട്ട് വരികയും ബാക്കിയുള്ള മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം എത്തിയതിന് ശേഷമാണ് ആ സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മളൊരു ഷോട്ട് പോലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ആ ഡയലോഗ് ഓൾറെഡി രാജേഷ് എഴുതിയതിൽ തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ദിലീപേട്ടൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആഡ് ഓൺസ് വളരെ നാച്ചുറലായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ടേക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ടേക്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ഓക്കെ പറയുകയാണ്. അതല്ല നമ്മളിനി അതിൻ്റെ റിഹേഴ്സൽ ടൈമിൽ വരികയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ദിലീപേട്ടൻ പറയുന്നതിൽ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നി. കാരണം ഇതൊരു എന്താ പറയുക, ഒരു വലിയ കൊട്ടയാണ്, അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രം ഇങ്ങ് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു എനിക്ക് പേഴ്സണലി. ഒരേ സമയം ത്രില്ലറും ഈ പറഞ്ഞ അല്ലാത്ത ജോണറുകളൊക്കെ ചെയ്യുന്ന ആളാണ്. പവിന് പറയുമ്പോൾ തന്നെ എല്ലാ ഇമോഷൻസും ഉള്ള ജോണറാണ്. എങ്ങനെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് തീരുമാനം ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ ത്രില്ലർ ജോണറിനോട് അങ്ങനെ ഒരു പ്രത്യേക